അൻവറിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലായിരുന്നു വലിയ പോലീസ് സന്നാഹത്തോടുകൂടിയുള്ള PV അൻവറിന്റെ അറസ്റ്റ്. അല്ല, അത്ര ഒരു പോലീസ് സന്നാഹത്തോടു കൂടിയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഉയർത്തിയ പ്രശ്നം ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇസ്മായിലും കാസിമും ഒക്കെ. ഞങ്ങളിപ്പോൾ ആ നിയമത്തിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവൺമെൻറ് ഏതടിസ്ഥാനത്തിൽ ആണ് കൊണ്ടുവരുന്നതും നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാവും. വന അവകാശമുള്ള അവിടെ ആദ്യം മുതൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ, അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്നവർ ഭക്ഷണത്തിനും വെള്ളത്തിനും വനത്തെ ആശ്രയിക്കുന്നതാണ്. അതൊക്കെ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ്. അത് മാത്രമല്ല, മലയോര മേഖലയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നത്തിൽ ഗവൺമെൻറ്റിന് ചെറുവിരൽ അനക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1.5 ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു. ഗവൺമെൻറ് അതിൻ്റെ നിസ്സംഗത തുടരുന്നു. ഇതാണ് കേരളത്തിൽ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ദിവസമാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ആനിമൽ അക്രമം ഇല്ലാത്തത്? ഒരൊറ്റ ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വന്നിട്ടും സീരിയസ് ആയിട്ട് ഒന്നും ചർച്ച ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണ്ടേ? അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ എന്തൊക്കെയാണ് മാർഗം എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പോലും ഗവൺമെൻറ് തയ്യാറല്ല. നിസ്സംഗത തുടരുകയാണ്. അപ്പോൾ എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടി മുസ്ലിം ലീഗ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചനയിലുണ്ട്. UDF വളരെ കർശനമായി ഈ കാര്യത്തിൽ രംഗത്ത് വരാൻ പോവുകയാണ്. ഈ വന നിയമത്തിന് എതിരായി നിലപാടെടുത്ത് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചു. നിയമസഭകത്തും പുറത്തുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയമാണ് ഇപ്പോൾ അൻവർ ഉയർത്തിയത്. ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്നൊരു സമീപനമുണ്ട്. എന്ത് കോസ്റ്റിന് വേണ്ടിയാണ് പ്രക്ഷോഭം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ ആ സമീപനമൊന്നും അല്ല ഉണ്ടായത്. ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത്. അത് തെറ്റാണ്. അല്ല അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. കണ്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അഭിപ്രായം പറയാമല്ലോ. കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു പൊതു കോസിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇതൊരു നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ കേരളത്തിൽ സാധാരണ പോലീസ് എടുക്കുന്ന ആ അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് സന്നദ്ധത്തോടു കൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ. അത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള
അഭിപ്രായം. ആ അറസ്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ വന്നിരിക്കുന്ന അഭിപ്രായം അതാണ്. അതിന് ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നില്ല. അല്ല, ഇത് കേരളത്തിൽ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ആക്രമണം ഉണ്ടാവലും നിത്യസംഭവമാണ് കേട്ടോ. അത് ഭരണകക്ഷിയിൽപ്പെട്ട യുവജന വിഭാഗത്തിൽപ്പെട്ട പിന്നെ സംഘടനകളും ഇതിലും വലിയ സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കണില്ലേ. അപ്പോൾ അതിലൊക്കെയുള്ള സമീപനമല്ല, ഇവിടെ ഒരു പക്ഷപാതപരമായ സമീപനം ഉണ്ടായിരിക്കുന്നു എന്നാണ് കണ്ടാൽ തോന്നുക. ഭരണകൂട ഭീകരതയാണ് നടത്തിയതെന്നാണ് അൻവർ പറഞ്ഞത്. അല്ല, ഇത് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ വർത്തമാനം കേൾക്കുക. അത് ഞാൻ വിഷയത്തിനൊക്കെ വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ കൊട്ടേഷൻ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ വളരെ ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, UDF ഈ വിഷയം ചർച്ച ചെയ്യും. അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ UDFും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് UDF ചർച്ച ചെയ്യും. ഇതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അൻവറിനെ ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല. അത് ഞാനും എൻ്റെ ഭാഷയിൽ പറയുന്നു. പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേപടി ഏറ്റു പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല, സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ കൈകാര്യം ചെയ്തത് ശരിയായില്ല. നോട്ടീസ് കൊടുത്താൽ വരും. അതാണ്. ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും. നോട്ടീസ് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണമെന്നില്ല. വരാൻ പറഞ്ഞാൽ വരും.